സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഫുട്ബോളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർമേഷൻ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനൊരു ട്വിസ്റ്റ് ഇതാണ്, ഈ ഫോർമേഷൻ ഓൾമോസ്റ്റ് ഒരു 70% ആളുകളും കളിക്കുന്നുണ്ട്. ബട്ട് എന്നാൽ കറക്റ്റ് ഫോർമാറ്റിലല്ല അവർ കളിക്കുന്നത്. മീൻസ് കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവർ ഇതൊന്നും നോക്കുന്നില്ല. എന്താ ഗോൾ പൗച്ചറാണോ, അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണോ, ആങ്കർമാൻ ആണോ, ബോക്സ് ടു ബോക്സ് ആണോ. ഇന്ന് നമ്മൾ ഒരു കിഡിലെ ഫോർമേഷന് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഓക്കെ, ക്വിക്ക് കൗണ്ടർ ഫോർമേഷനാണ്. ഓൾമോസ്റ്റ് ഒരു 70% ആളുകളും ഈ ഫോർമേഷൻ കളിക്കുന്നുണ്ട്. ബിഗിനേഴ്സ് ഉൾപ്പെടെ ഈ ഫോർമേഷൻ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോർമേഷനിൽ എങ്ങനെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡ് എങ്ങനെ ബിൽഡ് ചെയ്യാണ് എന്നാണ് ഇന്ന് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രയും ടൈം ലേതാണ്ടെന്ന് കരുതിയിട്ട്. അല്ല പിന്നെ ഈ ഫുട്ബോൾ ഓപ്പൺ ആക്കി ഓരോ പ്ലേസിനെ ആഡാക്കി കസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക, റിവ്യൂ ചെയ്യുക, അത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് ഒരു 3 മിനിറ്റിൻ്റെ താഴെയുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നേരെ നമുക്ക് വീഡിയോയിൽ പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഈ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്നൊരു യൂസർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നൈറ്റൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കാൻ അഥവാ ഫ്രണ്ട്ലി കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. നമ്മളെ ഈ ചാനലിലെ വേറെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് വരെ മെസ്സേജ് അയക്കാം. പിന്നെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഒരു ചാറ്റ് GPT സഹായത്തോടു കൂടിയാണ് ഞാനിത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫോർമേഷൻ 4-2-1-3 ഫോർമേഷനാണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഇതിപ്പോൾ എന്താ നോർമൽ സ്ക്വാഡിൻ്റെ ഫോട്ടോ അല്ലെന്ന്. ബട്ട് സാധനം വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. 4-1-2-3 ഫോർമേഷനാണ്. ഓക്കെ, ഇതിലിപ്പോൾ 3112 സ്ട്രെങ്ത് ഉണ്ട്. ഇതിൽ പിന്നെ കുറച്ച് ഓൾഡ് പ്ലേയേഴ്സൊക്കെയാണ്. ചാറ്റ് GPT ആണല്ലോ. റൊണാൾഡോ ഉണ്ട്, പയ റൊണാൾഡോ, മെസ്സി, മറഡോണ, റൊണാൾഡീനോ, വിയര, മാത്യൂസ്, ഈ മാൾഡിനൊക്കെ ലെഫ്റ്റ് ബാക്ക് കുഴപ്പമില്ലാന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷന്. 4-2-1-3 ഫോർമേഷനാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. രാവിലെ നീച്ചിട്ടുള്ളൂ, അതാണ് ഒന്നും വഴങ്ങണില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിലും സെയിം പ്ലേസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ക്വിക്ക് കൗണ്ടർ ഫോർമേഷൻ 4-2-1-3. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ CF ഇതിൽ ഗോൾ പൗച്ചർ മസ്റ്റാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇതിലിപ്പോൾ റൊണാൾഡോ ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗോൾ പൗച്ചർ സാധാരണ എല്ലാവർക്കും അറിയാം, നല്ല കിക്കിംഗ് പവർ, ഫിനിഷിങ് ആയി കണ്ടാൽ ഞാൻ എന്തായാലും എടുത്ത് പറയില്ല, ജസ്റ്റ് പെട്ടെന്ന് പറയാൻ പോകുക, അത്രയും ലെങ്ത് ആവണ്ട. ഓക്കെ, ജസ്റ്റ് ഓരോ പൊസിഷനിലും ഏത് പ്ലേസിനും ഇടേണ്ടത്, അവരുടെ കറക്റ്റ് പെർഫെക്റ്റ് ഏതാണ് അത് പറയുക, ജസ്റ്റ് വീഡിയോ ചെയ്യുക. അത് മാത്രമാണ്. വീഡിയോ ലെങ്ത് ആക്കില്ല. എന്തിനാ കുറേ ലെങ്ത് ആക്കണേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, എനിക്ക് ബുദ്ധിമുട്ട്. ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. CF ഗോൾ പൗച്ചർ, പിന്നെ റൈറ്റ് വിങ് ഫോർവേഡ്, ലെഫ്റ്റ് വിങ്ങോട്ട് കുഴപ്പമില്ലാത്ത പ്ലേസ് ഇട്ടാൽ മതി. അത് ഏറ്റവും ബെറ്റർ മെസ്സി, നെയ്മറും കുഴപ്പമില്ല, മെസ്സി എംബാപ്പയും കുഴപ്പമില്ല. മീൻസ് റൈറ്റിൽ മെസ്സി, ലെഫ്റ്റിൽ എംബാപ്പെ, അല്ലെങ്കിൽ റൈറ്റിൽ മെസ്സി, ലെഫ്റ്റിൽ നെയ്മർ, അല്ലെങ്കിൽ റൈറ്റിൽ മെസ്സി, ലെഫ്റ്റിൽ റൊണാൾഡീനോ, അല്ലെങ്കിൽ റൈറ്റിൽ മെസ്സി, ലെഫ്റ്റിൽ സൺയൂങ്. ജസ്റ്റ് റൈറ്റിൽ ഇവർ മതി, ഒന്നുമില്ല, സ്കിൽ ചെയ്ത് കയറാനല്ലേ. പിന്നെ വരുന്നത് AMF ആണ്. ഇതിൽ മർഡോണ കൊള്ളാം, ക്ലൈവേർട്ട് കൊള്ളാം, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിനെ കൊള്ളാം AMF. പിന്നെ ഒരു CMF, ഒരു DMF ആണ്. നമുക്ക് 2 DMF ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. മീൻസ് നിങ്ങളുടെ ബാക്ക് പൊട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 2 DMF ആക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് 1 DMF 1 CMF ആക്കാം. ഓക്കെ, ഇതിൽ CMF ആണെങ്കിൽ ബോക്സ് ബോക്സ് ആക്കുക. DMF ആങ്കർമാൻ മസ്റ്റാണ്, ഒന്നുമില്ല, കയറി പോകാതിരിക്കാനാണ്. ഇതിലിപ്പോൾ ഇവരിട്ടിരിക്കുന്നത് മാത്യൂസ് ആൻഡ് വിയറയാണ്, ഓൾഡ് പ്ലേയേഴ്സ് ആണ്. ഇതിലിപ്പോൾ റോഡ്രി കുഴപ്പമില്ല, കിമ്മിച്ചും കുഴപ്പമില്ല. അപ്പോൾ മീൻസ് ഞാൻ എൻ്റെ അക്കൗണ്ടിലെ പ്ലേയേഴ്സാണ് എടുത്ത് പറയുന്നത്. ഇതിലിപ്പോൾ വിയറ ആൻഡ് മാത്യൂസ് ആണ്. DMF, CMF, കമവിങ്ക കുഴപ്പമില്ല. പിന്നെ 2 സെൻറ്റർ ബാക്ക് ഉണ്ട്, 2 ബിൽഡപ്പാണ്. ബിൽഡപ്പ് എന്ന് പറയണ്ടല്ലോ, ബാക്ക് കയറി പോയ വള്ളിയായില്ലേ. അപ്പോൾ 2 CB, പിന്നെ റൈറ്റ് ബാക്ക് ഫുൾ ബാക്ക്, ലെഫ്റ്റ് ബാക്ക് ഫുൾ ബാക്ക്. റൈറ്റ് ബാക്കിൽ അലക്സാണ്ടർ ആണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആകും. ഒന്നുമില്ല, കയറിപ്പോയും അതേ സ്പോട്ടിൽ തിരിച്ചിറങ്ങി വരും.
പിന്നെ കുഴപ്പമില്ലാത്ത കേളുണ്ട്, കുഴപ്പമില്ലാത്ത ക്രോസിംഗ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിംഗ് പറയാൻ പറ്റില്ല, കേളിലെ ഫിനിഷിംഗ് ഉണ്ട് റൈറ്റ് ബാക്കിന്. ലെഫ്റ്റ് ബാക്ക് പറയുകയാണെങ്കിൽ ബട്ട് ഇതിൽ കാണിച്ചിരുന്നത് ഒരു കഫൂനെ കേട്ടോ, അത് പറയാൻ മറന്നു. കഫു എനിക്ക് വല്ല ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല. ഫിസിക്കലുണ്ട്, ഓക്കെ, പ്ലേസിന് വന്നാൽ ഉന്തി മാറ്റുന്നുണ്ട്, ബട്ട് നമുക്ക് അത് മാത്രം പോകില്ല, കളിക്കണമല്ലോ. ഒപ്പോണ്ട് വെറുതെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യം നമുക്ക് നമ്മളൊരു കഴിവ് പുറത്തെടുക്കണ്ടേ. മീൻസ് കഫുവിനെ കുറച്ച് കാണില്ല കേട്ടോ, മീൻസ് എനിക്ക് തോന്നിയത് പറയാണ്. ലെഫ്റ്റ് ബാക്ക് ഇതിൽ കാണിച്ചത് മാൾഡിനെയാണ്. അതുക്കും ഒന്നും പാടപ്പം നല്ലത് ഇപ്പോൾ അലവ കുഴപ്പമില്ല, ഡബിൾ ടച്ച് ഉണ്ട്, നല്ല സ്പീഡ് 99 or 98 സ്പീഡാണ്. ഡേവിഡ് എന്തോ എൻ്റെ പേര്, ഡേവിഡ് അങ്ങനെ എന്തോ അല്ലടാ, മറന്നു. അലബ സെൻറ്റർ ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് ഡേവിഡ്സണോ അങ്ങനത്തെ ഒരു പ്ലെയറാണ്, പക്ഷേ കിഡിലും പ്ലെയറാണ്. 99 നിങ്ങൾക്കറിയാമല്ലോ, ലെഫ്റ്റ് ബാക്കിൽ വിരലിൽ എണ്ണാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് ആണല്ലോ. അപ്പോൾ അതിലിപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഇപ്പോൾ ആരാന്ന് അറിയാലോ, ഇത് ഡാവിസ്. ഓക്കെ, ഡാവിസിൻ്റെ മോനെ കിഡിലൻ റണ്ണിങ്, കിഡിലൻ ഡബിൾ ടച്ച്, അത് പറയണെങ്കിൽ കിഡിലൻ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാണ് 4-2-1-3 ഒരു പെർഫെക്റ്റ് സംഭവങ്ങൾ. CF ഗോൾ പോച്ചർ, റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ് ഞാൻ പറഞ്ഞ മാതിരി കോംബോ ഇട്ടാൽ മതി. AMF ക്രിയേറ്റീവ് പ്ലേ മേക്കർ, DMF ആങ്കർമാൻ ആൻഡ് ബോക്സ് ബോക്സ്, CB 2 ഫുൾ ബാക്ക്, ബിൽഡപ്പ്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് ആൻഡ് അറ്റാക്ക്. ഇതൊക്കെയാണ് 4-2-1-3 ഒരു പെർഫെക്റ്റ് ഫോർമേഷൻ. അപ്പോൾ ഇത് വെച്ച് എന്തായാലും ഗെയിം പ്ലേ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് കാണാം. ബൈ, സൈനിങ് ഔട്ട്.